ഈ കാണുന്ന പച്ച കളറിലുള്ള ഞണ്ടാണ് എടുക്കേണ്ടത്. ഇത് കൂടാതെ മൊത്തവും ചുവന്ന കളറായിട്ടുള്ള ഞണ്ടുണ്ടാവും. അത് നമുക്ക് എടുത്തിട്ട് കാര്യമില്ല, അതുകൊണ്ട് വില കിട്ടത്തില്ല. സോ നമ്മൾ ഗ്രീൻ മഡ് ക്രാബാണ് ചെയ്യുന്നത്. മലയാളിയാണോ? ഗ്രീൻ മഡ് ക്രാബാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഞണ്ടിനെ കുഞ്ഞുനാളിലെ വളർത്തി വലുതാക്കിയിട്ട് അതിനെ വിൽക്കുന്ന രീതി അല്ല ഇവിടെ പഠിപ്പിക്കുന്നത്. പാറ്റേണിംഗ് ആണ് പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് ഈ കാണുന്ന ഞണ്ട് തോട് പൊഴിച്ച് ഒരു 20 തവണ തോട് പൊഴിച്ചാലേ വലുതായിട്ട് കിട്ടത്തുള്ളൂ. ചെറിയ ഞണ്ട് തോട് പൊഴിച്ച് ആകണമെന്നുണ്ടെങ്കിൽ 20 തവണ തോട് പൊഴിക്കണം. അതും ഏകദേശം ഒരു 12 മാസം കൊണ്ട് തോട് പൊഴിച്ചാലേ 1 കിലോയുടെ അടുത്തേക്ക് എത്തുള്ളൂ. അത്രയും സമയവും അത്രയും സാവകാശവും മുടക്കി നമുക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ പാറ്റേണിംഗ് എന്ന് പറയുന്നത് പഠിക്കുന്നത്. അപ്പം എന്താണ് പാറ്റേണിംഗ്? ഞാൻ പറഞ്ഞു 20 തവണ തോട് പൊഴിക്കണമെന്ന്. ഓരോ തവണ തോട് പൊഴിക്കുമ്പോഴും നേരെ ഇരട്ടി വരെയും സൈസിൽ ഞണ്ട് വലുതാകാറുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതിന് ഏകദേശം ഒരു 30 ദിവസത്തെ ഗ്യാപ്പ് വരും തോട് പൊഴിഞ്ഞ ഞണ്ട് രണ്ടാമത് കട്ടി വയ്ക്കാനായിട്ട്. ഈ തോട് പൊഴിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ പാമ്പും ചെമ്മീനൊക്കെ തോട് പൊഴിക്കാൻ കണ്ടിട്ടില്ലേ, ചെമ്മീൻ വളർത്തുന്നവരൊക്കെ? അതേപോലെ തന്നെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ പുറകിൽ നിന്ന് ഇത് പൂർണ്ണമായിട്ടും, അതായത് ഈ കണ്ണടക്കം, നിങ്ങളുടെ കയ്യിൽ തരുന്ന ഈ ഞണ്ടിൻ്റെ കണ്ണടക്കം ഒഴിച്ചു കളഞ്ഞ ഒരു മാംസപിണ്ഡമായിട്ടാണ് അത് വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? രണ്ടാമത് അത് കട്ടിവെച്ച് എത്തണം എന്നുണ്ടെങ്കിൽ ഏകദേശം 30 ദിവസം, 30 അല്ല 60 ദിവസം വരെ എടുക്കാറുണ്ട് ഞണ്ടിൻ്റെ സൈസ് അനുസരിച്ച്. അതാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമുക്കിപ്പോൾ കിട്ടിയേക്കുന്ന വാട്ടർ ക്രാബും മഡ് ക്രാബും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്താണ് വാട്ടർ ക്രാബ്? തോട് പൊഴിച്ച് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് കിട്ടുന്ന ഞണ്ടിനെ വിളിക്കുന്ന പേരാണ് വാട്ടർ ക്രാബ്. മനസ്സിലാകുന്നുണ്ടോ? തോട് പൊഴിച്ച് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് കിട്ടുന്ന ഞണ്ടിനെ വിളിക്കുന്ന പേരാണ് വാട്ടർ ക്രാബ്. ഈ വാട്ടർ ക്രാബിന് ആവശ്യമായിട്ടുള്ള തീറ്റയും അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് വെള്ളവും നല്ല എയറേഷനും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മഡ് ക്രാബാക്കി മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഈ വാട്ടർ ക്രാബിനും മഡ് ക്രാബിനൊക്കെ ഇപ്പോൾ ഡിമാൻഡ് കൂടുതലാണ്. കാര്യം എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് എല്ലാവർക്കും മനസ്സിലായി. പണ്ടൊക്കെ നമ്മൾ കള്ള് ഷാപ്പിലൊക്കെ പോകുമ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരുന്ന ഞണ്ടുകളെല്ലാം വാട്ടർ ക്രാബാണ്. കാരണം എല്ലാം എക്സ്പോർട്ടിന് പോയിക്കൊണ്ടിരുന്നതാണ്. ഈ ക്രാബിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാല്യൂ ആഡ് ചെയ്യണം. കാരണം 1 കിലോയ്ക്ക് ഈ ഞണ്ടിന് ഇപ്പോഴത്തെ വില, വാട്ടർ ക്രാബിൻ്റെ വില ഇപ്പോൾ 600 രൂപയാണ്. അതേസമയം 1 കിലോ മഡ് ക്രാബിൻ്റെ ഇപ്പോഴത്തെ വില 3200 രൂപയാണ്. 3000 രൂപ കൂട്ടിക്കും. അപ്പോൾ 30 ദിവസം കൊണ്ട് ഇതിനെ ഇത്ര ആക്കാൻ പറ്റുമെന്ന് അറിഞ്ഞതുകൊണ്ട് ഇപ്പോൾ വാട്ടർ ക്രാബിനും ഡിമാൻഡ് കൂടുതലാണ്. എന്താണ് ഇതിനകത്ത് നടക്കുന്ന പ്രോസസ്സ്? ഇവരുടെ അകത്തുണ്ടാവുന്ന മജ്ജ മാംസമായിട്ട് മാറും. അതേപോലെ തന്നെ ഇവരുടെ തോടിനുണ്ടാവുന്ന കട്ടി ഇപ്പുറത്തേക്ക് വരുമ്പോൾ കട്ടി കൂടും. തോടിന് കട്ടി കൂടാനായിട്ട് ഉപ്പിൻ്റെ അംശം അലിഞ്ഞു ചേരുകയും മജ്ജ മാംസമായിട്ട് മാറാനായിട്ടുള്ള തീറ്റ നമ്മൾ കൊടുക്കുകയും ചെയ്യുന്ന രീതിയാണ് ഫാറ്റനിങ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ വന്നിരിക്കുന്ന ഏകദേശം ഒരേ സൈസുള്ള 3 ഞണ്ടുകൾ നിങ്ങളുടെ കയ്യിലേക്ക് തരാം. അപ്പോൾ അതിൻ്റെ അകത്തുണ്ടാകുന്ന മാംസത്തിൻ്റെ അളവ് വെച്ച് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഏതാണ് മഡ് ക്രാബ്, ഏതാണ് വാട്ടർ ക്രാബ്.